ഡോക്ടർ പേഷ്യൻസ് കുറച്ച് അധികം ഉണ്ട്. ആ വിളിച്ചോളൂ. വിളിക്കട്ടെ? ശരി. ഡോക്ടറെ തീരെ വയ്യ ഡോക്ടർ, വയറുവേദന ആയിട്ട്. രാവിലെ തുടങ്ങിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു കയറ്റം, പിന്നെ ഇതേപോലെ ഇറക്കും. വേറെ തീരെ സുഖമല്ല ഡോക്ടർ. ഈ ഭാഗത്താണോ? ആ ഡോക്ടർ, രാവിലെ തുടങ്ങിയ. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഞാൻ പരിശോധിച്ച് നോക്കാം. ഇവിടെ അല്ല, ഇവിടെ ഡോക്ടർ. ഏതെങ്കിലും അലർജിയുടെ ഡോക്ടർ ഗുളിക എന്തെങ്കിലും കഴിക്കണ്ടോ? ഇല്ല ഡോക്ടർ, ഒന്നുമില്ല. ഈ ഭാഗത്ത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ വേദന? അവിടെ ഇല്ല, പക്ഷേ ഏപ്പൊക്കെ വേദന ആണോ? തിരിഞ്ഞെടുത്ത് നോക്കട്ടെ. ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ടോ? താഴെ ഉണ്ടോ? ഓക്കെ. ഇന്നലെ എന്തായിരുന്നു ഫുഡ്? എന്താ പ്രത്യേകിച്ച് കഴിച്ചത്? ഇന്നലെ കാര്യമായിട്ട്, പക്ഷെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പേരെന്തായിരുന്നു? അസ്ലഹ്. വയസ്സ് എത്രയാണ്? 22. 22 അല്ലേ? അലർജി അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ? ഇല്ല ഡോക്ടർ. സ്ഥിരമായിട്ടൊന്നും ഗുളികയൊന്നും കഴിക്കുന്നില്ല? അല്ല, എന്തായിരുന്നു ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു? ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെയാണ് കഴിച്ചത്. രാവിലെയാണോ കഴിച്ചത്? എന്തൊക്കെയാ കഴിച്ചത്? രാവിലെ 10 കാടമുട്ട കഴിച്ചു, ഒരു ഗ്ലാസ് പാല് കുടിച്ച്, പിന്നെ പഴം ഉണ്ടായിരുന്നു, പഴം കഴിച്ച്, പിന്നെ ഉമ്മമാക്ക് പുഴുങ്ങി വെച്ച പഴം ഉണ്ടായി, അതും എടുത്ത് ചാമ്പി. പിന്നെ കഴിഞ്ഞേക്ക് 2 അൽഫാമിന്റെ ഇന്നലെ ബാക്കി 2 അൽഫാം ഉണ്ടായി, അത് തിന്ന്. അതിൽ 2 പൊറാട്ട ഉണ്ടായിരുന്നു, മച്ചമൈസും കുട്ടി ചാമ്പി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ബാക്കിയായ കുറച്ച് പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, അത് വേറെ പടപടാന്ന് കുടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബിരിയാണി ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കഴിച്ച്. പിന്നെ കുറച്ച് ഹോർലിക്സ് കുടിച്ച്, ബൂസ്റ്റ് കുടിച്ചപ്പോൾ പിന്നെ ഉമ്മ പിന്നെ പത്തിലും കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായി, അതൊന്ന്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി രാവിലെ ഇപ്പോൾ കടയിൽ പോയേക്കുമ്പോൾ 2 പപ്സ് കൊടുക്കുന്നുണ്ടായി, അത് കഴിച്ച്. പിന്നെ പുറത്ത് പോയിട്ട് ഒരു ഷെയ്ക്ക് കുടിച്ച് വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ബാത്റൂം താഴെ വീട്ടിൽ നിന്നുള്ള ബിരിയാണി ഉണ്ടായിരുന്നു, അതും കഴിച്ച്. ഇത്ര കഴിച്ചോളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. അല്ല, പിന്നെ പുറത്ത് പോയിട്ട് പാപ്പായിട്ട് പോയിട്ട് പിന്നെ ഒരു ബിരിയാണി കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം 3 ബിരിയാണി. സിസ്റ്ററെ, ഇവനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇവന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി മാറ്റ്. ഇവന്റെ എല്ലായിടത്തും അന്നനാളാ, നഖത്തിന്റെ മുകളിൽ വരെ അന്നനാളാ. എടാ, മനുഷ്യന്മാര് തിന്നണ പോലെ ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. ആ വിളിക്കുന്നു. അനാഥൻ. ഹരിദാസിന് എത്രയാ വയസ്സ്? 30. എന്താ പ്രശ്നം? വേദന ഉണ്ടാവും എനിക്ക്. അല്ല പനിന്ന് വേദന വേദന പിന്നെ തലവേദന. ഓ, തലവേദന. പനി. പനിയുണ്ടോ? ഇന്ന് എനക്ക് ഇങ്ങനെ അതൊന്നും ഇന്നേ ഞാൻ കഴിഞ്ഞു. ഹരിദാസിനെ ഈ ഗുളി കഴിച്ചാ മതി. എല്ലാം ഉണ്ട്. ഒന്ന് പോയി തരുമോ? ഓ, ഇക്ക് വരുന്നുണ്ടോ? ഇങ്ങനെയാണോ?
പേരെന്താ? നിഹാദ്. നിഹാദിന് എത്ര വയസ്സായി? 15. 15 അല്ലേ? പഠിക്കാനോ? ആ. 10ല? ആ. ഇപ്പൊ പരീക്ഷയ്ക്ക് ആവാറായല്ലോ അല്ലേ? നീ അത് പറ, എന്താ പ്രശ്നം? പെട്ടെന്ന് ഉറക്കം വരിക, അതാ പ്രശ്നം. പെട്ടെന്ന് ഉറക്കം വരിക. പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ, പെട്ടെന്ന് ഉറക്കം വരല്ലേ. പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഒന്നും പറ്റണില്ല, സമയം കിട്ടണ്ടേ? സമയം കിട്ടുന്നില്ല. മോൻസപ്പിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഈ ഒരു കൊല്ലായിട്ടാ പ്രശ്നം. കൊണ്ട് നീങ്ങി ഒന്ന് പരിശോധിക്കട്ടെ. ശ്വാസം വലിച്ചെടുക്ക. തിരിഞ്ഞിരിക്ക. എവിടെയെങ്കിലും വേദന എന്തെങ്കിലും ഉണ്ടോ? വേദന ഒന്നുമില്ല. തലവേദന ഒന്നും ഉണ്ടാവാറില്ല? ഇല്ല. ഉണ്ടാവാറുണ്ടോ? തുറങ്ങുമ്പോ തലവേനിക്കൂല. എന്നാ വന്നിട്ടേക്ക്. ഒന്നുകൂടെ. കുഴപ്പമൊന്നുമില്ല. കണ്ണൊന്നും അങ്ങനെ നിർത്തിക്ക്. കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ നിഹാദേ, പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും ഞാനേ ക്ഷീണത്തിനൊക്കെ പോകാനായിട്ടെ ഒരു മരുന്ന്, ഒരു സിറപ്പ് എഴുതാം. ആ സിറപ്പ് 3 നേരം കഴിക്കണേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാവൂ കേട്ടോ. പിന്നെ റാൻഡാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ഗ്യാസിന്റെ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാനൊരു ഗ്യാസിന്റെ ഗുളിക റാൻഡാക്ക് എഴുതുന്നുണ്ട്, അതും കൂടെ ഒന്ന് കഴിച്ചേക്കൂട്ടോ. രാവിലെ എണീറ്റ പാടെ റാൻഡാക്ക് കഴിച്ചിട്ട് ബാക്കി കഴിച്ചാൽ മതി കേട്ടോ. ഇത് കഴിച്ചാൽ മതി കേട്ടോ. ഇത് കഴിച്ചാ പിന്നെ പുലർച്ചെ വരെ ഉറക്കം വരില്ലല്ലോ. പുലർച്ചെ വരെ ഉറക്കം വരില്ലല്ലോ. അത് നീ നേരത്തെ ഉറക്കം വരുന്നു വരുന്നുണ്ട്. എത്ര ടൈം? 1:30 ഒക്കെ ആവും. 2 മണിയൊക്കെ ഉള്ളിലൊക്കെ ഉറങ്ങും. ശരിക്കും ഗേൾഫ്രണ്ടിനോട് സംസാരിക്കാൻ ഓൾ 1:30ക്കല്ലേ ഉറങ്ങിക്കഴിഞ്ഞാലേ മെസ്സേജ് ഇടുക. ശരിക്കും നടക്കണില്ല, സംസാരിക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് വേണം അടുത്തതിനോട് സംസാരിക്കാന്. നിലവിൽ എനിക്ക് എത്ര ഉണ്ട്? 3 ഉണ്ട്. 3ാമത്തേനോട് സംസാരിക്കുമ്പോ ഉറക്കം വരികയാണ്. ഈ താഴെയുള്ള മരുന്ന് മാത്രം മേടിച്ചാൽ മതി. നീ ഉറങ്ങാനേ പാടില്ല. താങ്ക് യു. ഇതൊക്കെ എവിടുന്ന് കുതിരയും പൊട്ടിച്ചോടി വരുന്നെന്നുള്ളത് അറിയാൻ പോലുമില്ല. ഇതാരോ തകതി മിതയാരോ. എന്താ ചെറുക്കന്റെ നോട്ടം കണ്ടോ? എന്തൊരു നോട്ടാ ചെക്കൻ. ഡോക്ടറേ, ആ പയ്യൻ എന്തൊരു നോട്ടാന്നെ. പേരെന്തിരുന്നു? ശലഭൻ. ശലഭൻ. എത്ര വയസ്സായി? 27. നിങ്ങൾക്കോ? 27. മരുന്ന് പിന്നെ അതിനനുസരിച്ചിട്ട് എഴുതുമ്പോ പിന്നെ പ്രശ്നം കൂട്ടാ. ഒരു പ്രശ്നമില്ലേ, വരുന്ന മേടത്തിൽ 27 ഉറപ്പ്. ശലഭന് എന്താ ഇപ്പൊ പ്രോബ്ലം? എന്റെ ഡോക്ടറെ, ഞാൻ വഴി കൂടെ പോകുമ്പോൾ ആൺകുട്ടികളെല്ലാരും എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ കരുതി എനിക്ക് പെണ്ണാവണമെന്ന്. സർജറി ഒക്കെ ചെയ്ത് പെണ്ണാവാൻ, അതിന് ഹോർമോൺ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ. അതിനപ്പം ഞാൻ ഡോക്ടറെ കാണാൻ വന്നത്. വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഈ ആണുങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കന്നെ. എന്താ ചെയ്യാ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? വേറെ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. വയറുവേദന, തലവേദന, ഒരു വേദന എനിക്കില്ല. ഇനി ഡോക്ടർ പറഞ്ഞ് വേദനിപ്പിക്കാൻ ഞാൻ മതി. ആൺകുട്ടികളെ നോട്ടത്തുനിന്ന് എന്നെ ഒന്ന് പിൻവലിച്ച് തരണം. എനിക്ക് വയ്യ അങ്ങനെ. സ്ലീപ്പിംഗ് പിൽസ് എഴുതാം, അത് കഴിച്ചിട്ടേ വീട്ടിൽ കിടന്നുറങ്ങിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല. നിറയെ കുത്തി നിറച്ച് എഴുതണ്ടല്ലോ. അതെന്താ അത്? വേണ്ടേ? ഡോക്ടർ കാര്യം ചോദിക്കട്ടെ, എന്താ? ഞാൻ ശരിക്കും പെണ്ണായി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലേ? അപ്പൊ എനിക്ക് ശരിക്കും പെണ്ണിനെ പോലെ തന്നെ ആവാൻ പറ്റില്ലേ? ഇപ്പൊ ശരിക്കും ആണാ പെണ്ണാ? ഞാനിപ്പോ ആൺപെണ്ണ്. പെണ്ണാവാനാ എനിക്കിഷ്ടം. ഡോക്ടർ പേരെന്താ? കല്യാണം കഴിഞ്ഞതാ? ഡോക്ടർ ഭർത്താവിന് എന്താ ജോലി? ബിസിനസ്. ജിമ്മന? ഡോക്ടർ ഭർത്താവ് ജിമ്മിന് പോണ്ടോ? നമ്പറും തരുമോ? വിളിക്കാലോ.
എനിക്ക് ജിമ്മിന് പോവാലോ. എന്തിന്? വെറുതെ എനിക്ക് ജിമ്മന്മാരെ ഭയങ്കര ഇഷ്ടാ. നല്ല നെഞ്ചളവും നെഞ്ചുവിരിവുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. നമ്പർ തരൂ, ഹസ്ബൻഡിന് നമ്പർ തരൂ. എന്തിനാ? വിളിക്കാനാ. എന്തൊരു ചൂടാത്. ഹോ നിർത്തില്ല സാധനം. സിസ്റ്ററെ, ഞാൻ ഈ ക്ലിനിക്ക് പൂട്ടാ. അയ്യോ ഡോക്ടറെ പിന്നെ ജോലി നിന്റെ ജോലിപ്പൊടി